ജിമ്മി ജെയിംസ് ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ജിമ്മി ജെയിംസ്. ഇന്ന് നിയമസഭയിൽ കണ്ടത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൊണ്ടും കൊടുത്തും രണ്ട് കൂട്ടരും മുന്നോട്ട് പോയി. മുഖ്യമന്ത്രി തീർത്ത പ്രതിരോധ കോട്ട അതിന്റെ ശക്തി എത്രത്തോളം ഉണ്ടായിരുന്നു? പ്രതിപക്ഷത്തിന് അത് ആക്രമിച്ച് പൊളിക്കാൻ കഴിഞ്ഞു? സുജയ, അടിയന്തര പ്രമേയങ്ങൾക്ക് സാധാരണ അവതരണാനുമതി നിഷേധിക്കാത്തതാണ് കേരള നിയമസഭയുടെയും മറ്റ് നിയമസഭകളുടെയും ചരിത്രമെങ്കിൽ പിണറായി വിജയൻ സർക്കാർ നിലപാട് മാറ്റിപ്പിടിക്കുകയായിരുന്നു. കുറേ നാളുകളായി മിക്കവാറും എല്ലാ വിഷയങ്ങളിലും അടിയന്തര പ്രമേയത്തിൽ ചർച്ചയാകാം എന്ന് പറയുകയും ചർച്ച ചെയ്ത് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഏതാണ്ട് ഫലപ്രദമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഇന്ന് പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായി. ഒന്ന്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് ശേഷം അത് സഭാ കവാടത്തിലെ സമരമാക്കി മാറ്റുകയാണ് പ്രതിപക്ഷം ചെയ്തത്. അങ്ങനെ ഒരു നിലപാടിലോടുകൂടി സർക്കാരിൻ്റെ പ്രതീക്ഷിക്കാത്ത ഒരു അടി കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് വിലയിരുത്തൽ. ഇന്നു മുതൽ ആദ്യത്തെ കസ്റ്റഡി മർദ്ദന കേസിന് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്ന കുന്നംകുളത്തെ പോലീസുകാർക്കെതിരെ അവരെ പിരിച്ചുവിടുന്നത് വരെ ഞങ്ങൾ സത്യാഗ്രഹം ഇരിക്കുകയാണ്, MLA മാർ മാറി മാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പ്രതിപക്ഷം സഭയിൽ നിന്ന് പുറത്ത് ഇറങ്ങിപ്പോയത്. ആ കാര്യത്തിൽ പ്രതിപക്ഷത്തിനൊരു മേൽക്കൈ ഉണ്ടായെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, മുഖ്യമന്ത്രി പല കാര്യങ്ങളും സംസാരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് ഇതിന് കളമൊരുക്കിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഈ കാര്യത്തിൽ, അതായത് കുന്നംകുളത്തെ സംഭവത്തിൽ നടപടി ഉണ്ടാകുമോ, പോലീസുകാരെ എപ്പോൾ പിരിച്ചുവിടും എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് ഈ ചർച്ച കഴിയുമ്പോൾ കുന്നംകുളത്തെ പോലീസുകാരുടെ കാര്യത്തിൽ എന്ത് നടപടി എപ്പോൾ എന്ന ഒറ്റ സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. ആ കാര്യത്തിൽ പ്രതിപക്ഷം വിജയിച്ചിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രി കണക്കുകൾ വെച്ചാണ് തിരിച്ചടിച്ചത്. അത് എത്ര പോലീസുകാരെ പിരിച്ചുവിട്ടു എന്നുള്ളത് വെച്ചാണ് 142, 108ഉം 36ഉം ഈ ഏറ്റവും അവസാനത്തേത്. അങ്ങനെ 142 പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് തിരിച്ച് അവരുടെ ഭരണകാലത്ത് എത്ര പോലീസുകാർക്കെതിരെ നടപടി എന്ന ഒരു മറുപടിയും ഉണ്ടായില്ല. ആ കാര്യത്തിൽ, കണക്കുകളുടെ കാര്യത്തിൽ സർക്കാരിൻ്റെ മേൽക്കൈ. പക്ഷേ ഇപ്പോൾ നടന്ന പോലീസ് നടപടിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ നടപടി ഉണ്ടായില്ല എന്ന വാദത്തിൽ പ്രതിപക്ഷത്തിന് മേൽക്കൈ. ഇതാണ് ഇന്നത്തെ സഭാ നടപടികളുടെ ചുരുക്കം.